പണ്ട് പണ്ടേ ഒരു കാട്ടിൽ ഒരു ആമയും മുയലും ഉണ്ടായിരുന്നു. ഇന്ന് കൂട്ടുകാർക്ക് ഞാൻ ഈ കഥയാണ് പറയാൻ പോകുന്നത്. ആമയും മുയലും ഒരു ഓട്ടപ്പന്തയം വെച്ചു. ആരാണ് ആദ്യം ഓടി വരുന്നത് അവർക്ക് സമ്മാനമുണ്ട്. കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒത്തുകൂടി ഈ മരത്തിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തെ മരം വരെ ഓടിയിട്ട് തിരിച്ചു വരണം. അതാണ് പന്തയത്തിലെ രീതി. മുയൽ സ്പീഡിന് ഓടി കുറേ ദൂരം ഓടിയപ്പോൾ അവന് ഉറക്കം വന്നു. അവൻ ഒരു മരത്തിൻ്റെ മൂട്ടിൽ കിടന്ന് ഉറങ്ങി. നല്ല ഉറക്കമായി, സുഖമായി ഉറങ്ങി. എന്തായാലും ഇനിയിപ്പോൾ മുയൽ ആമ നടന്നു വരാൻ ഒത്തിരി സമയമെടുക്കുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാമെന്ന് ചിന്തിച്ച് മുയൽ അങ്ങനെ കിടന്ന് ഭയങ്കര ഉറക്കം ഉറങ്ങി. ആമ അവിടെ നിന്ന് നടന്ന് പതുക്കെ നടന്ന് ഈ മുയൽ ഉറങ്ങിക്കിടക്കുന്ന മരത്തിൻ്റെ അവിടെ എത്തി. പക്ഷേ ആമ മുയലിനെ ഉണർത്താതെ വീണ്ടും നടന്നു. ഇദ്ദേഹം നല്ല ഉറക്കമാണല്ലോ, ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ, നമുക്ക് ഫിനിഷിംഗ് പോയിന്റിലെത്താം. അങ്ങനെ ആമ നടന്ന് പതുക്കെ ഫിനിഷിംഗ് പോയിന്റിലെത്തി സമ്മാനം മേടിച്ചു. പക്ഷേ മുയൽ എന്ത് ചെയ്ത, ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് മുയൽ എണീറ്റ് ഇനിയിപ്പം നമുക്ക് ഓടി അവിടെ പോവാം എന്നും പറഞ്ഞ് ചിന്തിച്ച് മുയൽ ഓടി അവിടെ പോയി സമ്മാനം വാങ്ങുവാനായിട്ട് നിന്ന് സമയം നോക്കി മുയൽ നാണിച്ച് തല താഴ്ത്തി. എല്ലാ മൃഗങ്ങളും ആമയുടെ ചുറ്റും കൂടി അവനെ എടുത്തുയർത്തി ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, മണ്ടച്ചാരായ മുയലച്ച, നിൻ്റെ ഉറക്കം കാരണം ആമയാണ് ജയിച്ചത്. നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങി ആൾക്കാരെ കളിയാക്കരുത്. എത്ര ചെറിയ ജീവിയായാലും നീ ഇങ്ങനെ കളിയാക്കരുത്. കളിയാക്കിയാൽ അതിനുള്ള ഫലമാണ് നിനക്കിപ്പോൾ കിട്ടിയത്. നമ്മൾ വിധിച്ചതേ കൊയ്യത്തുള്ളൂ, വിതച്ചത് കൊയ്യും. എല്ലാ മൃഗങ്ങളും അങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു. ആമ എത്ര പതുക്കെ ഇഴയുന്ന ജീവിയായാലും അവൻ കൃത്യനിഷ്ഠയോടും അവൻ്റെ സ്വഭാവശുദ്ധിയോടും അവൻ ഇഴഞ്ഞിഴഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലെത്തി. അവൻ സമ്മാനം മേടിച്ചു. ഇപ്പോൾ കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായല്ലോ, ഗുണപാഠം. എന്ത് വന്നാലും നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാൻ പാടില്ല. ആരും നിസ്സാരക്കാരല്ല. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും അസാമാന്യ കഴിവുകൾ ആയിട്ടാണ് ദൈവം ജനിപ്പിക്കുന്നത്. അതാണ് ഈ കഥയുടെ സാരം.